അതെ. വിമർശകരും നിരൂപകരും മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ഒരു നല്ല സിനിമ ടാഗ് വലിയ പരിമിതികളാണ് ഉണ്ടാക്കുന്നതെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ. അതുകൊണ്ട് തന്നെ മറ്റ് ഇൻഡസ്ട്രിയിലില്ലാത്ത ഒരു സമ്മർദ്ദം മലയാള സിനിമ അനുഭവിക്കുന്നുണ്ട്. ചെയ്യുന്ന സിനിമകളിലും ഗുഡ് സിനിമ എന്ന ടാഗ് പിന്തുടരുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ടതായി വരും. അതിലേക്ക് മാത്രം പ്രേക്ഷകരെ എത്തിക്കേണ്ടതായി വരും. പക്ഷേ തന്നെപ്പോലുള്ളവർക്ക് അത് ഭാരമായിട്ടാണ് തോന്നുന്നത്. ഗുഡ് സിനിമ ടാഗിൽ മാത്രം സിനിമ ചെയ്യണം എന്ന് നിർബന്ധിക്കരുത് എന്നാണ് നിരവരോട് തനിക്ക് പറയാനുള്ളതെന്ന് ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ ഉണ്ണി മുകുന്ദൻ പറയുന്നു. മാർക്കോയിൽ കണ്ടിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒരു ഇന്ത്യൻ സിനിമയും മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. ഒരു മലയാളം സിനിമയ്ക്ക് നിന്ന് തീർച്ചയായും ഇത് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കില്ല. മലയാള ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം മികച്ച സിനിമകളുടെ പേരിലാണ് ഇൻഡസ്ട്രിക്ക് പ്രശസ്തിയുള്ളത്. നീറ്റായ സിനിമകൾ എന്ന നിലയിൽ മലയാളം ഇൻഡസ്ട്രി അറിയപ്പെടുന്നു. പക്ഷേ എന്നെപ്പോലെയുള്ളവർക്ക് അതൊരു ഭാരമായിട്ടാണ് തോന്നുന്നത്. കാരണം എല്ലാ സിനിമകളും ഗുഡ് സിനിമ എന്ന ടാഗ് പിന്തുടരാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളപ്പോൾ നല്ല സിനിമകൾ മാത്രം ചെയ്യേണ്ട എന്നൊരു സ്ഥലത്തേക്ക് പ്രേക്ഷകരെ കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ചിത്രങ്ങൾ മാത്രം ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രഷർ തെലുങ്ക് സിനിമയ്ക്കോ, ഹിന്ദി ഇൻഡസ്ട്രിക്കോ, ഒരു ഇൻഡസ്ട്രിക്കോ, തമിഴ് ഇൻഡസ്ട്രിക്കോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണി മുകുന്ദൻ പറയുന്നു. ഹനീഫ് അദീനി സംവിധാനം ചെയ്ത ആക്ഷൻ സിനിമയായ മാർക്കോയാണ് ഉണ്ണി മുകുന്ദൻ്റെ നായകനായി ഒടുവിൽ തിയേറ്ററിൽ എത്തിയ സിനിമ. മലയാളത്തിൽ ഏറ്റവും വയലന്റ് സിനിമയായി പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടിക്ക് മുകളാണ് നേടിയത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് സിനിമ നിർമ്മിച്ചത്. ചിത്രം ഫെബ്രുവരി 14 സോണി ലൈവ് പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യും. സോണി ലൈവ് തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അറിയിച്ചത്. ചിത്രം ഡിസംബർ 20 കേരളത്തിൽ റിലീസായത്.